ഭാവികളില്ലാത്തൊരീ ഭൂതങ്ങളായി വാഴുന്നിതാ. എന്തിനാണ് ഇങ്ങനെ തൊണ്ട കീറുന്നത്? പ്രേതം, ഭൂതം, പിശാച് എന്നൊരു സാധനവുമില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഇതൊക്കെ വെറും കോയിൻസിഡൻസ് ആണ്. ഇവൻ പറയുന്നത് നമ്മളെ കേൾക്കണ്ട. ഇപ്പൊ പ്രേതം നമ്മുടെ പളയിൽ കത്തി കുത്തി കയറ്റിയാലും ഇവൻ പറയും നമ്മൾ സ്വന്തമായിട്ട് കുത്തി കയറ്റിയതാണ്. വാട്ട് എ കോയിൻസിഡൻസ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഇവിടെ പ്രേതമില്ല. ന്യൂഡിൽസ് വരുമെന്ന് കാത്തിരിക്കുന്ന എന്റെ സങ്കടമോ അതാർക്കും മനസ്സിലാവില്ല. നിക്ക് എല്ലാവരുടെ സംശയം ഇപ്പൊ മാറ്റിത്തരാം. ഇവിടെ ഇപ്പൊ പ്രേതം ഉണ്ടെങ്കിൽ ഇവിടെ കലണ്ടു. ഒന്ന് നിർത്തൂ, ഇതൊക്കെ വെറും കോയിൻസിഡൻസ് ആണ്. പട്ടി ഇനി വാളോണ്ടല്ലോ. ലൈറ്റ് ഓഫ് ചെയ്യുന്നു. എന്റെ പടലുകൾ വെറുതെ വിടുമെന്നാണ് വിചാരിച്ചത്. മിണ്ട എന്നില്ലെങ്കിൽ നിന്റെ പട എന്നതിന് മുമ്പ് നീ പടാവും. എന്റെ അമ്മച്ചിയെ എടാ പ്രാന്ത, ഞാനിന്ന് ഉറങ്ങിക്കോട്ടെ. ക്ഷമിക്കണം, ഞാൻ ജിന്നേട്ടനാണ് കരുതി. എനിക്കിവിടെ പ്രേതം ഉണ്ടെന്ന് അറിയത്തില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിക്ക്, ഇവിടെ പ്രേതം ഉണ്ടെങ്കിൽ ഈ വീടിന്റെ ഉമ്മി നാളെ 10 ലക്ഷം രൂപ വരട്ടെ. അല്ലാണ്ടോ 1 കോടി തന്നെ ആയിക്കോട്ടെ. ജൂടെ ഇനി ഒറ്റയ്ക്ക് വാല ഇളക്കണ്ട, വരത്തില്ല. അതെന്താ പ്രേതം കൂടെ കളക്കാൻ കാണൂ? ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. പ്രേതൊരു ബോയ് ആണെങ്കിൽ കരണ്ട് വരട്ടെ. കണ്ടോ പ്രേതൊരു ഗേളാ. ആരായാലും എനിക്ക് നൂഡിൽസ് കിട്ടിയാൽ മതി. ഇതാരും മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും. ജൂഡേട്ടൻ വാ, നമുക്ക് പോയി നോക്കാം. കണ്ടോന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ മെയിൻ സ്വിച്ച് ഓഫ് ആയതായിരുന്നു. മെയിൻ സ്വിച്ച് ഓഫ് ആകാനോ? അത് നമ്മളെല്ലാരും അകത്തല്ലായിരുന്നു, പിന്നെ ആരോ ഓഫ് ആക്കിയേ? മെയിൻ സ്വിച്ചിന് എന്താ തനി ഓഫ് ആയിക്കൂടി? അതുപോലെ തേങ്ങ വന്നടിച്ചായിരിക്കും. പിന്നെ തേങ്ങ അപ്പുറത്തെ ഉറമിന്ന് വന്ന് അടിച്ചിട്ട് തിരിച്ചു പറന്നു പോയോ? ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? തേങ്ങ അതിന് പറക്കാൻ പറ്റുമോ? എന്നാ പിന്നെ തേങ്ങ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം മനുഷ്യന്മാരെ പിടിപ്പിക്കുക ഒരു തേങ്ങ ഇറങ്ങിക്കോളൂ. നിങ്ങൾ ഇതിനി എങ്ങോട്ടാ പോന്നേ? പ്രേതം ഇനി തേങ്ങക്കകത്താണെങ്കിലോ? ഓ തേങ്ങ, ഞാനൊന്നും വേങ്ങില്ല. അപ്പൊ പ്രേതം തേങ്ങക്കകത്താണോ? ഞാനും വേന്നു നിക്കവിടെ. ജിമിനേട്ടൻ വന്നു, പക്ഷേ തേങ്ങ എനിക്ക് പ്രേതം ജിമിനേട്ടന്. ഡീൽ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. ഇനി പ്രേതത്തെ വിളിച്ചോണ്ട് വരാൻ പോകുന്നു. നമ്മൾ വന്നിട്ട് ഇതുവരെ TV ഒന്നും ഇട്ട് നോക്കിയല്ലോ, വർക്കാവുമെന്ന് നമുക്ക് നോക്കാം. തേങ്ങക്കാര്യത്തിനിടയിൽ എന്റെ ഒരു TV കാര്യം. ഇനി TVക്കകത്താണ് പ്രേതെങ്കിലോ? നീ ഒന്ന് മിണ്ടായേ. ഇതെല്ലാം കേട്ടാ ജിമിൻ കാടളക്കൊണ്ട് ഇങ്ങോട്ട് വരും. എന്തായാലും ഞാൻ TV ഉണക്കാൻ പോവാ. സന്ധിവേദനയല്ല, അതിന്റെ കാരണത്തെ ചികിത്സിക്കുന്നു. സന്ധിവേദനയില്ല, കുറച്ച് സന്ധിവേദനയുണ്ട്. അത് മാറ്റി തരാൻ പറ്റുന്ന മരുന്നുണ്ട്, പറ. ഇതിപ്പോ ഇത്ര രാത്രിയല്ലേ, ജിമിനെ റോസിനെ നമ്മളൊന്ന് പോയി നോക്കണ്ടേ? എന്തിനാ നോക്കുന്നേ? വേണേ വരട്ടെന്ന്. അല്ലാതെ ജിന്നേട്ടന് പേടിയായിട്ടല്ല. പേടിയോ? എനിക്കോ? പേടി എന്ന് പറഞ്ഞൊരു വാക്കിനെങ്കിൽ കേൾക്കണമെങ്കിൽ വല്ലപ്പോഴും പുസ്തകം വായിക്കണമെടോ. വാഴ അതിനങ്ങേർക്ക് വായിക്കാറില്ല. അപ്പൊ വന്ന് കണ്ണ് കാണത്തില്ലേ? 3 എണ്ണമല്ലല്ലോ, 5 എണ്ണം ഉണ്ടല്ലോ. ഞങ്ങളെ ആക്കിയതാണോ? മനസ്സിലായി കവന്നല്ലോ. ഈ എല്ലാ തേങ്ങയിലും പ്രേതമാണോ? ഈ എണ്ണത്തേ ഉള്ളൂ, മറ്റേ അവക്ക് തന്നെയാണ്. ആ തേങ്ങയിലെ പ്രേതം നേക്കെങ്ങനെ മനസ്സിലായി? അത് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ഞാൻ സ്റ്റെപ്പിന്ന് കാലെടുത്ത് താഴെ വെച്ചപ്പോഴേ ഒരു തേങ്ങ പറന്നു എന്റെ തലക്കടിച്ച്. അപ്പോഴേ എനിക്ക് മനസ്സിലായതാ അതിന്റെ കരിമ്പൂതത്തിന്റെ തേങ്ങയാണ്. അത് അപ്പുറത്തെ വീട്ടിൽ അമ്മച്ചെടുത്ത് എറിഞ്ഞായിരിക്കും. ഇതവൾ എന്നോടുള്ള സ്നേഹം തുറന്ന് പറഞ്ഞതാ. ചിലപ്പോ റോസിന്റെ കയ്യിലുള്ളൊരു തേങ്ങയില് ഒരു ബോയ് പ്രേതം ഉണ്ടെങ്കിലും. ഇന്നാ നോക്ക് മതി തേങ്ങ എറിഞ്ഞ് കളിച്ചത്. രാത്രിയായി കിളക്കണ്ടേ? ഞാൻ ഇത്രയും തന്നെ കിളക്കുമായിരുന്നു. ഓ മൈ ഗോഡ്, കിളച്ചത് മൊത്തം ഞാനല്ലേ? കേട്ടോ, അവൻ കളിച്ച് ക്ഷീണിച്ചിരിക്കുക. നമുക്ക് കിടക്കാം. അല്ലെങ്കിലും എന്റെ വിഷമം ഒന്നും ആർക്കും അറിയണ്ടല്ലോ. മതി ജൂണേട്ടാ, സെന്റ് അടിച്ചത്. ഞങ്ങള് കിടക്കാൻ പോവാ. ഇത് ശരിക്കും രാവിലെ ആയതാണോ അതോ ജിമ്മിൻ കൂവിയതാണോ? ജിന്നേട്ടാ രാവിലെ എന്നെ ഭാഗത്തിട്ട് ട്രോളാതെ. ജിസേച്ചിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ടോ? നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഞാൻ തരാൻ മറന്നുപോയത്. അതിന്റെ ഷുഗർ ഡാഡി എനിക്ക് അയച്ചതായിരിക്കും. അപ്പഴതിന് ഷുഗർ ഉണ്ടോടി? കുരിയില് കാലിൽ നീട്ടിയിരിക്കുന്ന സമയത്തെ ഒരു കൊട്ട പഞ്ചസാര വലിച്ചു കയറ്റുമ്പോ ഓർക്കണം. ഇതാ അല്ലപ്പോ
ജിന്നേട്ടനോട് വാക്പാട് വായിക്കണോന്ന് പറയുന്നത്. അങ്ങനെയെങ്കിലും കുറച്ച് വിവരം വെക്കട്ടെ. ആ ജൂണിന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ വായിച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ. ജിന്നേട്ടന്റെ വായനയല്ലേ കൊടുക്കേണ്ട കാര്യത്തില്. ഇത് റോസ നിനക്കൊരു കത്ത് വന്നിട്ടുണ്ട്. ജിനേച്ചിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ കത്തിന്റെ അകത്തൊരു പേപ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ കത്തിനകത്ത് അടി ഉണ്ടാവണോ? ഉണ്ടെന്നല്ല ഞാൻ വിചാരിച്ചേ. നിനക്കൊരു കത്ത് വന്നിട്ടുണ്ട്, അതിന്റെ അകത്തൊരു പേപ്പർ ഉള്ളായിരുന്നു. ഞാൻ പിന്നെ ഒരു പാൻ കേക്ക് കൂടെ അങ്ങ് എടുത്തു വെച്ചു. ചിന്നേട്ടൻ ഒരു കത്ത് വന്നിട്ടുണ്ട്. ജിന്നേട്ടന്റെ ഒരു കത്ത് വന്നിട്ടുണ്ട്. ജിന്നേട്ടന്റെ കയ്യിലുണ്ട്. ചിന്നേട്ട ഒരു കാര്യം അറിഞ്ഞോ? ഇവന്റെ ഗുണ്ടാ സംഘത്തിന് കത്ത് വന്ന്. അത് ഇവന് മാത്രല്ല എനിക്കുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ പാടാ നിങ്ങളെ വെറുതെ വിടില്ലെന്ന്. ചിന്നേട്ട അവസാന സ്വപ്നങ്ങൾ പൂവണിയുവാണ് ചിന്നേട്ട. ഏതൊരു പെൺകുട്ടി എനിക്കായൊരു പ്രേമലേഖനം എഴുതി. എന്നാ പിന്നെ നിനക്ക് മാത്രമല്ല എനിക്കും എഴുതിയിട്ടുണ്ട്. എന്നാ പിന്നെ ഇവിടെ കൂക്കി കോഴ്സ് എല്ലാവർക്കും എഴുതിയിട്ടുണ്ട്. എന്നാ പിന്നെ മോനെ കൂക്കി നീ വായിച്ചോ ഇത്. ഞാൻ വല്ല വായിക്കുന്നത് ഭയങ്കര ചടങ്ങാ. അവസാനം ജിന്നേട്ടനത് മനസ്സിലാക്കിയല്ലോ. നീ കൂടുതൽ ഡയലോഗ് അടിക്കാതെ വായിക്കേർക്കാം. ചിന്നേട്ട കത്തിൽ എഴുതിയേക്കുന്ന